أشهد أن لا إله إلا الله أشهد أن لا إله إلا الله വുളു അഥവാ അംഗശുദ്ധി, നമസ്കാരം, തവാഫ് തുടങ്ങിയ കർമ്മങ്ങൾ സ്വീകാര്യമാകണമെങ്കിൽ വുളു. സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിനൊരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും 2 കൈകളും മുട്ടുവരെ കഴുകുകയും നിങ്ങളുടെ തല തടവുകയും നെരിയാണി വരെ 2 കാലുകൾ കഴുകുകയും ചെയ്യുക. നിയ്യത്തോടെ ബിസ്മി ചൊല്ലി ആരംഭിക്കുക. ദന്തശുദ്ധി, വുളുവിന് മുമ്പായി പല്ലുതേക്കൽ പ്രബലമായ സുന്നത്തുകളിൽപ്പെട്ടതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് നൽകിയ നിർദ്ദേശം ശ്രദ്ധിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളുവിന്റെ സമയത്തും ദന്തശുദ്ധി വരുത്തുവാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. ബുഖാരി, മുസ്ലിം. ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ വുളു പൂർണ്ണമായി എങ്ങനെ നിർവഹിക്കാമെന്ന് നമുക്ക് പഠിക്കാം. മുൻകൈ കഴുകൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭൃത്യൻ ഹിമ്രാൻ പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം വുളു ചെയ്തു. അപ്പോൾ അദ്ദേഹം തന്റെ കൈപ്പടങ്ങൾ 3 പ്രാവശ്യം കഴുകി. അതായത് കൈപ്പടങ്ങൾ രണ്ടും ഇതുപോലെ 3 പ്രാവശ്യം കഴുകുക. കഴുകുമ്പോൾ വിരലുകൾക്കിടയിലൂടെ നന്നായി കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ വുളു എടുക്കുമ്പോൾ നിന്റെ കൈകാലുകളുടെ വിരലുകൾക്കിടയിലൂടെ കഴുകണം. തുർമുദി. ഒരു പാത്രത്തിൽ നിന്നാണ് വുളു എടുക്കുന്നതെങ്കിൽ പുറത്തേക്ക് വെള്ളം ചൊരിച്ചുകൊണ്ടാണ് കൈ കഴുകേണ്ടത്. ഈ ഭാഗമത്രയും 3 തവണ കഴുകേണ്ടതാണ്. വാ കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും. സുമ്മ മൽമല വസ്തൻസര. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്തു. കയ്യിൽ വെള്ളമെടുത്ത് കൊപ്പിളിക്കുകയും ബാക്കി വെള്ളം കൊണ്ട് മൂക്കിൽ കയറ്റി ചീറ്റുകയും ചെയ്യുക. ഇങ്ങനെ 3 തവണ ആവർത്തിക്കുക. മുഖം കഴുകൽ. സുമ്മ ഗസല വജ്ഹഹു 3 മർറാത്ത്. പിന്നെ അദ്ദേഹം 3 പ്രാവശ്യം മുഖം കഴുകി. കയ്യിൽ വെള്ളമെടുത്ത് മുഖം മുഴുവനായി 3 പ്രാവശ്യം കഴുകുക. നെറ്റിയുടെ മുകൾ ഭാഗം മുതൽ താടിയുടെ അടിഭാഗം വരെയും 2 ചെവികൾക്കിടയിലുള്ള ഭാഗമത്രയുമാണ് കഴുകേണ്ടത്. മുഖം കഴുകുമ്പോൾ താടിരോമങ്ങളുടെ തിക്കകറ്റി കഴുകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ താടി തിക്കകറ്റി, അതായത് ഉള്ളിലൂടെ വിരലിട്ട് കഴുകുന്നത് ഞാൻ കണ്ടു. ഇബ്നു മാജ. കൈ കഴുകൽ. പിന്നെ വലതുകൈ മുട്ടുൾപ്പെടെ 3 പ്രാവശ്യം കഴുകി. അതുപോലെ ഇടതുകൈയും കഴുകി. ആദ്യം വലതുകൈ മുട്ടുൾപ്പെടെ കഴുകുക. ഇങ്ങനെ 3 പ്രാവശ്യം കഴുകണം. ശേഷം ഇടതുകൈയും മുട്ടുൾപ്പെടെ 3 പ്രാവശ്യം കഴുകുക.
കൈകൾ മുട്ടുൾപ്പെടെയാണ് കഴുകേണ്ടതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തലയും ചെവിയും തടവൽ. തല തടവേണ്ട രൂപം ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകൊണ്ടും തല തടവി. രണ്ട് കൈയും മുമ്പിൽ നിന്ന് പിന്നോട്ടും പിന്നിൽ നിന്ന് മുന്നോട്ടും നടത്തി. അതായത് തലയുടെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങി രണ്ട് കൈയും പിരടി വരെ കൊണ്ടുപോയി, പിന്നെ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി കൊണ്ടുവന്നു. കൈകൾ നനച്ച ശേഷം പെരുവിരലുകൾ ഇതുപോലെ ചെവിക്കരികെ ചെന്നിയിലും മറ്റു വിരലുകൾ വിടർത്തി തമ്മിൽ മുട്ടത്തക്ക വിധം തലയുടെ മുൻഭാഗത്തും വയ്ക്കുക. ശേഷം പിന്നിലേക്ക് തടവുക. തിരിച്ച് മുന്നോട്ടും ഇതേ രീതിയിൽ തടവുക. ശേഷം ചൂണ്ടുവിരൽ കൊണ്ട് ഇരു ചെവികൾക്കുള്ളിലും തടവുകയും തുടർന്ന് പെരുവിരൽ കൊണ്ട് ഇതുപോലെ ചെവിയുടെ പുറം ഭാഗത്ത് തടവുകയും ചെയ്യുക. ചെവി തടവാനായി പ്രത്യേകം വെള്ളമെടുക്കേണ്ട ആവശ്യമില്ല. തലയും ചെവിയും തടവേണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണെന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഫമസഹ ബിറഅസിഹി വഉദുനൈഹി ഫഗസല ബുതൂനഹുമ വളുഹൂറഹുമ മറത്തൻ വാഹിദത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലയും രണ്ട് ചെവികളുടെ അകവും പുറവും ഒരു തവണ തടവി. അബൂദാവൂദ്. സ്ത്രീകളും ഇതേപോലെ ഒരു തവണ പിരടി വരെ മാത്രമാണ് തടവേണ്ടത്. കാൽ കഴുകൽ. പിന്നെ ഞെരിയാണി വരെ വലതുകാൽ 3 പ്രാവശ്യം കഴുകി. ഇടതുകാലും അതുപോലെ തന്നെ കഴുകി. ആദ്യം വലതുകാൽ വെള്ളം കൊണ്ട് നെരിയാണി ഉൾപ്പെടെ കഴുകണം. കഴുകുമ്പോൾ കാൽ വിരലുകൾക്കിടയിൽ കഴുകാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മടമ്പുകളും നന്നായി കഴുകണം. ഇങ്ങനെ 3 തവണ ആവർത്തിക്കണം. അതേപോലെ ഇടതുകാലും കഴുകുക. നേരത്തെ പറഞ്ഞതുപോലെ കാൽവിരലുകൾക്കിടയിൽ നനയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ മടമ്പുകൾ നന്നായി ഉരച്ചു കഴുകണം. നെരിയാണി ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ശരിയായി നനഞ്ഞിരിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് നിവേദനം: ഒരാൾ വുളു എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ കാൽപാദത്തിൽ ഒരു നഖത്തിന്റെ അത്രയും സ്ഥലം നനയാതെ ഉപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണുകയുണ്ടായി. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നീ വീണ്ടും വുളു നന്നാക്കിയെടുക്കുക. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു. എന്നിട്ട് നമസ്കരിച്ചു. മുസ്ലിം. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാലിൽ ചെറിയ ഒരു ഭാഗമെങ്കിലും നനയാതിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ കണ്ടിരുന്നു എന്നാണ്. അതേപോലെ തന്നെയാണ് കാൽവിരലുകൾക്കിടയിൽ നനയേണ്ട കാര്യവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നീ വുളു എടുക്കുമ്പോൾ നിന്റെ കൈകാലുകളുടെ വിരലുകൾക്കിടയിലൂടെ കഴുകണം. തുർമുദി. കാലിന്റെ മടമ്പുകൾ കഴുകുന്നതും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. മടമ്പ് നനയുന്ന കാര്യത്തിൽ പലരും പൊതുവെ അശ്രദ്ധരാണ്. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു പറയുന്നു: ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ നിന്നല്പം പിന്നിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നമസ്കാരത്തിന്റെ സമയമായി. ഞങ്ങൾ അംഗശുദ്ധി വരുത്തി. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാലുകളുടെ മേൽ തടവുകയും ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: വൈലുലിൽ അഅഖാബി മിനന്നാർ. മടമ്പിൻ കാലുകൾക്ക് നരകശിക്ഷയാവുന്ന വമ്പിച്ച നാശം.
അതായത് പൂർത്തിയായി കഴുകാത്തവരുടെ. 2 3 പ്രാവശ്യം ഇപ്രകാരം പറഞ്ഞു. വുളൂഇന് ശേഷമുള്ള പ്രാർത്ഥന. വുളൂഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവദ്ദഅ ഫഅഹ്സന الوضوء ثم قال أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين فتحت له 8 أبواب الجنة يدخل من أيها شاء. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഏറ്റവും നല്ല രൂപത്തിൽ വുളു എടുക്കുകയും പിന്നീട് ഏകനായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവേ, എന്നെ നീ തൗബ ചെയ്യുന്നവരുടെയും ശുദ്ധിയുള്ളവരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവനു വേണ്ടി സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെടുന്നതായിരിക്കും. അവന് ഉദ്ദേശിക്കുന്നതിലൂടെ പ്രവേശിക്കുകയും ചെയ്യാം. ഈ പ്രാർത്ഥന ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. തയമ്മും. ഭൂമുഖത്ത് മണ്ണിലോ മറ്റോ 2 കൈകൊണ്ടും ഒരടി അടിച്ച് മുഖവും കൈപ്പടങ്ങളും ഒരു തവണ തടവുക എന്നതാണ് തയമ്മുമിന്റെ രൂപം. നമസ്കാരത്തിന്റെ രൂപം. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 2 കൈകളും ഉയർത്തി നെഞ്ചിൽ കെട്ടുക. പിന്നീട് പ്രാരംഭ പ്രാർത്ഥനയും ഫാത്തിഹയും സൂറത്തും പാരായണം ചെയ്ത ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റുക്കൂ ചെയ്യുക. റുക്കൂയിൽ നിന്നും ഉയരുക. സുജൂദിൽ പോവുക. സുജൂദുകൾക്കിടയിൽ ഇരിക്കുക. സുജൂദിന് ശേഷം വീണ്ടും എഴുന്നേൽക്കുക. ഇത്രയുമാണ് ഒരു റക്അത്ത്. രണ്ടാമത്തെ റക്അത്തിന് ശേഷം ഇരിക്കുക. അവസാനത്തെ റക്അത്തിൽ തശഹുദിന് ശേഷം സലാം വീട്ടുക. ഇനി നമസ്കാരത്തെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാം. നമസ്കാരം നിർവഹിക്കാവുന്ന സ്ഥലങ്ങൾ. നമസ്കാരത്തിന് സമയമായാൽ ഭൂമിയിൽ വൃത്തിയുള്ള വിലക്കപ്പെട്ടിട്ടില്ലാത്ത ഏത് സ്ഥലത്തു വച്ചും ഒരാൾക്ക് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ നിർബന്ധ നമസ്കാരങ്ങൾ പുരുഷന്മാർ പള്ളിയിൽ വെച്ച് സംഘമായാണ് നിർവഹിക്കേണ്ടത്. സ്ത്രീകൾക്കും പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം പ്രത്യേകം പുണ്യമാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി കാണാം. ഭൂമി എനിക്ക് ശുചീകരണത്തിനുപയുക്തമായും നമസ്കാര സ്ഥലമായും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഏതൊരു മനുഷ്യനും നമസ്കാര സമയമായോ അയാൾ അത് വന്നെത്തിയ സ്ഥലത്തു വച്ച് നമസ്കരിച്ചുകൊള്ളട്ടെ. ബുഖാരി, മുസ്ലിം. വസ്ത്രം. ഒരാളുടെ നമസ്കാരം സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ അയാളുടെ ഔറത്ത് അഥവാ നഗ്നത മറയ്ക്കൽ നിർബന്ധമാണ്. സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മുഴുവനും മറയ്ക്കണം.
പുരുഷന്മാർ പൊക്കിളിന്റെ മുകൾ ഭാഗം മുതൽ കാൽമുട്ടിനു താഴെ വരെ മറയുന്ന രീതിയിലാണ് വസ്ത്രം ധരിക്കേണ്ടത്. ആ വസ്ത്രം നെരിയാണി വരെ താഴുന്നതിന് വിരോധമില്ല. എന്നാൽ നെരിയാണിയുടെ താഴേക്ക് ഒരു കാരണവശാലും വസ്ത്രം ധരിക്കാൻ പുരുഷന്മാർക്ക് പാടില്ല. അതേപോലെ പുരുഷന്മാർ ചുമലിൽ ഒരു വസ്ത്രം ഇടേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരും ഒറ്റ വസ്ത്രത്തിൽ നമസ്കരിക്കരുത്, അതിൽ നിന്ന് ഒരു ഭാഗം പിരടിയിൽ ഇല്ലാത്ത നിലയ്ക്ക്. ബുഖാരി, മുസ്ലിം. ഖിബ്ല. ലോകത്തിലെ ഏതു ഭാഗത്തുള്ള ആളുകളും ഈ ഒരു കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. അതായത് മസ്ജിദുൽ ഹറാമിലെ കഅബയിലേക്ക്. വല്ല കാരണവശാലും ഖിബ്ല കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ ഏതു ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നതിനും വിരോധമില്ല. നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. തീർച്ചയായും കർമ്മങ്ങൾ ഉദ്ദേശ്യങ്ങൾക്കനുസരിച്ചാകുന്നു. കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതിന് നിയ്യത്ത് നിർബന്ധമാണ്. അതായത് അവ ശരിയായ ലക്ഷ്യത്തോടെയും ഉദ്ദേശ്യത്തോടെയുമായിരിക്കണം. അള്ളാഹുവിന്റെ മാത്രം പ്രീതി കാംക്ഷിച്ചും കൽപ്പനയനുസരിച്ചും ഞാൻ ഈ കർമ്മം നിർവഹിക്കുന്നുവെന്ന് മനസ്സിൽ കരുതിയാൽ മതി. പ്രത്യേകം പദങ്ങൾ ചൊല്ലിപ്പറയേണ്ടതില്ല. കഴിയുന്നവർ നിന്നുകൊണ്ട് തന്നെയാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. കാലുകൾ രണ്ടും ഖിബിലക്കഭിമുഖമായി ഈ രീതിയിലാണ് നിൽക്കേണ്ടത്. നമസ്കരിക്കുമ്പോൾ മുന്നിൽ ഒരു മറയുണ്ടായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. നമസ്കരിക്കുന്നയാൾ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാമോടെയാണ് നമസ്കാരം ആരംഭിക്കുന്നത്. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈകൾ ചുമലിനു മുകളിലായി ഇരു ചെവികളുടെയും നേരെയായി ഉയർത്തുക. അബൂ ഹുമൈദിനി സായിദി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിന്നാൽ ഖിബലയിലേക്ക് തിരിയുകയും കൈകൾ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യും. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് കൈകൾ ചുമലിനു മുകളിലായി ഇരു ചെവികളുടെയും നേരെയായി ഉയർത്തുക. കൈവിരലുകൾ വിടർത്താതെയും കൂടുതൽ ചേർത്തു വെക്കാതെയുമാണ് കൈകൾ ഉയർത്തേണ്ടത്. ഇടതുകൈയിന്മേൽ വലതു കൈ വയ്ക്കുക. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി വലതു കൈ ഇടതു കൈയിന് മുകളിലായി വയ്ക്കുകയോ പിടിക്കുകയോ ചെയ്യണം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ യദഹുൽ യുംന അലാ യദിഹിൽ യുസ്റ സുമ്മ യശുദ്ദു അലാ സ്വദ്രിഹി വഹുവ ഫിസ്വലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ തന്റെ വലതുകൈ ഇടതുകൈയിന്റെ മുകളിൽ വയ്ക്കുകയും അത് രണ്ടും നെഞ്ചിൽ വയ്ക്കുകയും ചെയ്യുമായിരുന്നു. അബൂദാവൂദ്. അതായത് ഇടതുകൈ നെഞ്ചിന്മേൽ വയ്ക്കുകയും ശേഷം വലതുകൈ അതിനു മുകളിൽ ഇതുപോലെ വയ്ക്കുകയും ചെയ്യുക. അൽഖമ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നിന്നാൽ അദ്ദേഹത്തിന്റെ വലതു കൈകൊണ്ട് ഇടതുകൈയിന്മേൽ പിടിക്കാറുണ്ടായിരുന്നു. നസായി. അതായത് ഇടതുകൈ നെഞ്ചിന്മേൽ വയ്ക്കുകയും ശേഷം വലതു കൈകൊണ്ട് ഇടതുകൈയിന്റെ മണിബന്ധത്തിൽ പിടിക്കുകയും വേണം. പ്രാരംഭ പ്രാർത്ഥന. തക്ബീർ ചൊല്ലി കൈ കെട്ടിയതിനു ശേഷം പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കണം. പ്രാരംഭ പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങൾ ഹദീസുകളിൽ വന്നത് കാണാം. പ്രധാനപ്പെട്ട ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ഖ الثوبുൽ അബിയദു മിൻ അദ്ദനസ്. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. അല്ലാഹുവേ, ഉദയാസ്തമന സ്ഥാനങ്ങൾക്കിടയിൽ നീ വിദൂരമാക്കിയതുപോലെ എന്നെയും എന്റെ പാപങ്ങളെയും നീ അകറ്റേണമേ. അല്ലാഹുവേ, അഴുക്കിൽ നിന്നും വെള്ളവസ്ത്രം ശുദ്ധീകരിക്കുന്നതുപോലെ എന്റെ പാപങ്ങളിൽ നിന്നും എന്നെ നീ ശുദ്ധീകരിക്കണമേ. അല്ലാഹുവേ, ആലിപ്പഴം കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും എന്റെ പാപങ്ങളെ നീ കഴുകി ശുദ്ധിയാക്കണമേ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ
ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ഖ الثوبുൽ അബ്യളു മിന الدنس. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ ബിൽമാഇ വസ്സൽജി വൽബർദ്. മറ്റൊരു പ്രാരംഭ പ്രാർത്ഥന. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ السماوات والأرض ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനിലേക്ക് ഋജുമാനസനായിക്കൊണ്ടും മുസ്ലിമായിക്കൊണ്ടും ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. നിശ്ചയമായും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ബലികർമ്മങ്ങളും എൻ്റെ ജീവിതവും മരണവും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. അതാണ് എന്നോടുള്ള കൽപ്പന. ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം സൂറത്തുൽ ഫാത്തിഹ ചൊല്ലണം. നമസ്കാരത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം. ഫാത്തിഹയില്ലാത്തവന് നമസ്കാരമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. ബുഖാരി, മുസ്ലിം. സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണത്തിനു ശേഷം ഖുർആനിൽ നിന്ന് അറിയാവുന്ന സൂറത്തോ ഏതാനും ആയത്തുകളോ ഓതുന്നത് സുന്നത്താണ്. ഓരോ നമസ്കാരത്തിൻ്റെയും ആദ്യത്തെ 2 റക്അത്തുകളിൽ മാത്രമാണ് ഇങ്ങനെ സൂറത്തുകൾ പാരായണം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയും അതിൻ്റെ കൂടെ മറ്റു സൂറത്തും ഓതാറുണ്ടായിരുന്നു. ബുഖാരി. റുക്കൂ. സൂറത്തുൽ ഫാത്തിഹയുടെയും സൂറത്തുകളുടെയും പാരായണം പൂർത്തിയായാൽ റുക്കൂ ചെയ്യണം. ഇരു കൈകളും ചുമലിന് നേരെ ഉയർത്തി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കുനിഞ്ഞു നിൽക്കണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തുടങ്ങുമ്പോഴും റുക്കോയിലേക്ക് പോകുമ്പോഴും റുക്കോയിൽ നിന്ന് ഉയരുമ്പോഴും കൈ ചുമലുവരെ ഉയർത്തിയിരുന്നതായി ഞാൻ കണ്ടു. നസായി. റുക്കോയിൽ നിൽക്കുമ്പോൾ മുതുകും തലയും ഒരേ നിരപ്പിൽ വരാൻ ശ്രദ്ധിക്കണം. തല ചുമലിനേക്കാൾ ഉയർത്തിയോ പാടെ കുനിഞ്ഞോ നിൽക്കരുത്. ഇങ്ങനെ ഈ രീതിയിൽ നേരെ നിൽക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല തൂക്കിയിടുകയോ ഉയർത്തിവെക്കുകയോ ചെയ്യാറില്ല. മറിച്ച് അത് രണ്ടിനുമിടയിലായിരുന്നു. ഇബ്നു മാജ. കൈവിരലുകൾ വിടർത്തി കാൽമുട്ടുകളിൽ പിടിക്കണം. വിരലുകൾ ചേർത്ത് വയ്ക്കരുത്. അതുപോലെ കൈമുട്ടുകൾ രണ്ടും പാർശ്വങ്ങളിലേക്ക് അകറ്റി വേണം വയ്ക്കാൻ. മറ്റൊന്ന്, റുക്കോയിൽ അടങ്ങി നിൽക്കേണ്ടതാണ്. റുക്കോയിൽ അടങ്ങി നിന്നതിന് ശേഷമാണ് റുക്കോയിലെ പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലും റുക്കോയിലും ഖുർആനിൻ്റെ കൽപ്പനയനുസരിച്ച് ഇപ്രകാരം കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. ഞങ്ങളുടെ നാഥനായ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധത പ്രകീർത്തനം ചെയ്യുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ. മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇങ്ങനെയും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാം. സുബ്ഹാന റബ്ബിയൽ അളീം, മഹാനായ എന്റെ രക്ഷിതാവ് പരിശുദ്ധനത്രേ. ഈ പ്രാർത്ഥന അവിടുന്ന് 3 തവണ നിർവഹിച്ചിരുന്നു. റുക്കൂയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളല്ലാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവിടുന്ന് നിരോധിച്ചിരിക്കുന്നു. ഇഴത്തിദാൽ, റുക്കൂൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് നിവർന്നു നിൽക്കണം. ഇബ്നു അബി ഔഫയിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂയിൽ നിന്ന് മുതുകു ഉയർത്തിയാൽ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുകയും ശേഷം അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർദി വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്, ഞങ്ങളുടെ നാഥനായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും, ആകാശങ്ങൾ നിറയെയും ഭൂമി നിറയെയും ശേഷം നീ ഉദ്ദേശിക്കുന്നത് നിറയെയും എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. എഴുത്തിദാലിലെ പ്രാർത്ഥന ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർദി വമിൽഅ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദ്, ഞങ്ങളുടെ നാഥനായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും, ആകാശങ്ങൾ നിറയെയും ഭൂമി നിറയെയും ശേഷം നീ ഉദ്ദേശിക്കുന്നത് നിറയെയും. നിവരുന്ന ഘട്ടത്തിൽ കൈകൾ ചുമലിനു നേരെ ഉയർത്തണം. തനിച്ച് നമസ്കരിക്കുന്നവരും ഇമാമായി നിൽക്കുന്നവരും മാത്രമേ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്നു പറയേണ്ടതുള്ളൂ. മഅ്മൂമുകൾ റബ്ബനാ വലക്കൽ ഹംദ് എന്നാണ് പറയേണ്ടത്. ഇമാം റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ നിങ്ങളും റുക്കോയിൽ നിന്ന് ഉയരുക. ഇനി അദ്ദേഹം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്നു പറയുമ്പോൾ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയുക. സുജൂദ്, എഴുത്തിദാൽ കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് നിർവഹിക്കണം. ആദ്യം 2 കൈപ്പത്തികളും തുടർന്ന് കാൽമുട്ടുകളും നെറ്റിയും മൂക്കും നിലത്തുവച്ചാണ് സുജൂദ് ചെയ്യേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിലൊരാൾ സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകം മുട്ടുകുത്തുന്നതുപോലെ മുട്ടുകുത്തരുത്. കാൽമുട്ടുകൾക്ക് മുമ്പായി അവൻ കൈകൾ വച്ചുകൊള്ളട്ടെ. അതുപോലെ കൈമുട്ടുകൾ രണ്ടും പാർശ്വങ്ങളിലേക്ക് അകറ്റിയാണ് വെക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുമ്പോൾ അവിടുത്തെ കക്ഷം ഞങ്ങൾ കാണുമാറ് 2 കൈകളും വിടർത്തി വെക്കാറുണ്ടായിരുന്നു. 2 പാദങ്ങളുടെയും വിരലുകൾ ഖിബിലക്കഭിമുഖമായി വെക്കണം. സുജൂദ് ചെയ്യുമ്പോൾ മുഴങ്കൈകൾ നിലത്തു പതിച്ചു വെക്കരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദിൽ നിങ്ങൾ മുഴങ്കൈകൾ നേരെ വെക്കുക. നായയെപ്പോലെ നിങ്ങൾ കിടത്തിവെച്ച് സുജൂദ് ചെയ്യരുത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലും റുക്കൂയിലും ഖുർആനിന്റെ കൽപ്പനയനുസരിച്ച് ഇപ്രകാരം കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, ഞങ്ങളുടെ നാഥനായ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധത പ്രകീർത്തനം ചെയ്യുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവേ, നീ എനിക്ക് പുറത്തു തരണമേ. മുസ്ലിം. സുജൂദിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കുകയും അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയും വേണം. എന്നാൽ ആ സമയത്ത് ഖുർആൻ ഓതാൻ പാടുള്ളതല്ല. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റുക്കൂയിലും സുജൂദിലുമായിരിക്കെ ഖുർആൻ പാരായണം ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വിലക്കിയിരിക്കുന്നു. സുജൂദിലും അടക്കമുണ്ടായിരിക്കൽ നിർബന്ധമാണ്. മറിച്ച് ധൃതി കാണിച്ച് സുജൂദിൽ നിന്നുയരുന്നത് ശരിയല്ല. സുജൂദിൽ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുജൂദിലെ പ്രാർത്ഥന ഉത്തരം നൽകപ്പെടാൻ അർഹമാണ്. സുജൂദിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കണം. വലതുകാലിന്റെ പാദം നാട്ടിവെക്കുകയും ഇടതുകാലിന്റെ പാദം പരത്തിവെച്ച്
അതിന്മേൽ ഇരിക്കുകയുമാണ് വേണ്ടത്. നിവർന്നിരിക്കണം. 2 കൈപ്പത്തികളും കാൽമുട്ടിനടുത്തായി തുടമേൽ പരത്തിവെക്കണം. അദ്ദേഹം ഇടതുകാൽ പരത്തിവെക്കുകയും വലതുകാൽ നാട്ടിവെക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സുജൂദുകൾക്കിടയിൽ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖ്നി. അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരണമേ, എന്നോട് കാരുണ്യം കാണിക്കണമേ, എന്നെ നേർവഴിക്ക് നയിക്കണമേ, എനിക്ക് സൗഖ്യം നൽകണമേ, എനിക്ക് ഉപജീവനം തരണമേ. പ്രാർത്ഥന കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും സുജൂദ് ചെയ്യുക. മുമ്പ് വിശദീകരിച്ച പ്രാർത്ഥനകൾ ചൊല്ലുക. അത് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയും കൈ കെട്ടുകയും ചെയ്യുക. അപ്പോൾ കൈ ഉയർത്തേണ്ടതില്ല. ഇതോടെ ഒരു റക്അത്ത് പൂർണ്ണമായി. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുന്നതാണ് അഭികാമ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എണീക്കുമ്പോൾ ഒന്ന് ഇരിക്കുകയും പിന്നീട് കൈകൾ നിലത്ത് ഊന്നിക്കൊണ്ട് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. ശേഷം ആദ്യ റക്അത്തിലേതുപോലെ ഫാത്തിഹയും സൂറത്തും ഓതേണ്ടതാണ്. പ്രാരംഭ പ്രാർത്ഥന ആവശ്യമില്ല. ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞാൽ വീണ്ടും റുക്കൂ, എഴുത്തിദാൽ, 2 സുജൂദുകൾ, അവയ്ക്കിടയിലെ ഇരുത്തം എന്നിവ നിർവഹിക്കുക. രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞാൽ എഴുന്നേൽക്കാതെ ഇരിക്കണം. ഈ ഇരുത്തമാണ് തശഹുദിന്റെ ഇരുത്തം. ഇടയിലിരുത്തത്തിലേതുപോലെ വലത് കാൽപാദം നാട്ടിവെക്കുകയും ഇടത് കാൽപാദം പരത്തിവെച്ച് അതിന്മേൽ ഇരിക്കുകയും വേണം. അതുപോലെ വലത് കൈ വലത് തുടയിലും ഇടത് കൈ ഇടത് തുടയിലും വെക്കണം. ശേഷം വലത് കൈയിലെ വിരലുകളെല്ലാം ചുരുട്ടിപ്പിടിക്കുകയും ചൂണ്ടുവിരൽ ചൂണ്ടുകയും നോട്ടം ആ വിരലിലേക്കായിരിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തള്ളവിരലിനോടടുത്ത വിരൽ കൊണ്ട് ഖിബലയ്ക്ക് നേരെ ചൂണ്ടി അതിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഭാഗത്തേക്ക് നോക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന നിർവഹിക്കണം. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എല്ലാ അഭിവാദ്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിനുള്ളതാകുന്നു. അള്ളാഹുവിന്റെ സമാധാനവും കാരുണ്യവും അനുഗ്രഹങ്ങളും അല്ലയോ നബിയെ താങ്കളുടെ മേൽ വർഷിക്കുമാറാകട്ടെ. ഞങ്ങൾക്കും അള്ളാഹുവിന്റെ സദ്വൃത്തരായ എല്ലാ അടിമകൾക്കും അവന്റെ രക്ഷയുണ്ടാവട്ടെ. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദൂതനും അടിമയുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ കരുണ ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ കരുണ ചെയ്തതുപോലെ നീ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു. അപ്രകാരം തന്നെ ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണമേ. നീ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം 2 കൈകളുമൂന്നി മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കണം. മൂന്നാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 2 കൈകളും ചുമലുവരെ ഉയർത്തിയതിനു ശേഷം മാത്രമേ നെഞ്ചിൽ കെട്ടാവൂ. പിന്നെ ഫാത്തിഹ ഓതണം. എന്നാൽ സൂറത്ത് ചൊല്ലേണ്ടതില്ല. ഇമാമായാലും മഅ്മൂമായാലും ഉറക്കെ പാരായണം ചെയ്യേണ്ടതുമില്ല. 3ഉം 4ഉം റക്അത്തുകളിൽ പതുക്കെയാണ് ഖുർആൻ പാരായണം നിർവഹിക്കേണ്ടത്. ഫാത്തിഹയ്ക്ക് ശേഷം കഴിഞ്ഞ റക്അത്തുകളിലേതുപോലെ റുക്കൂ, എഴുത്തിദാൽ, 2 സുജൂദുകൾ, അവയ്ക്കിടയിലെ ഇരുത്തം എന്നിവ നിർവഹിക്കുക.
നാലാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് കൈകെട്ടുക. കൈകൾ ഉയർത്തേണ്ടതില്ല. തുടർന്ന് ഫാത്തിഹ പതുക്കെ ഓതുക. പിന്നീട് റുക്കൂ, ഇഅ്തിദാൽ, 2 സുജൂദുകൾ, അവയ്ക്കിടയിലെ ഇരുത്തം എന്നിവ വീണ്ടും നിർവഹിച്ച് ശേഷം അവസാനത്തെ തശഹുദിനു വേണ്ടി ഇരിക്കണം. ഈ ഇരുത്തത്തിൽ ഇടതുകാൽ വലതുവശത്തേക്ക് ചെരിച്ചു വെക്കുകയും വലതുപാദം നാട്ടി നിർത്തുകയും വേണം. ചന്തി നിലത്തു പതിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനത്തെ റക്അത്തുകളിൽ ഇരിക്കുമ്പോൾ ഇടതുകാൽ മുന്നോട്ട് വയ്ക്കുകയും വലതുകാൽ നാട്ടിവെക്കുകയും ചന്തി നിലത്തു പതിച്ച് ഇരിക്കുകയും ചെയ്യും. അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ വിരൽ ചൂണ്ടുന്നതാണ് സുന്നത്ത്. തശഹുദിലെ പ്രാർത്ഥനയ്ക്കു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റു പ്രാർത്ഥനകൾ സൗകര്യം പോലെ ചൊല്ലുകയും വേണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബിയോട് അദ്ദേഹം പറയുകയുണ്ടായി, എനിക്ക് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇപ്രകാരം പ്രാർത്ഥിക്കുക: അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. നാഥ, ഞാൻ എന്നോട് വളരെ കൂടുതൽ അക്രമം കാണിച്ചിരിക്കുന്നു. നീയല്ലാതെ പാപം പൊറുക്കുന്നവനില്ല. എനിക്ക് നിന്നിൽ നിന്നുള്ള പാപമോചനം നൽകണമേ. എന്നോട് നീ കരുണ കാണിക്കണമേ. നീ പൊറുക്കുന്നവനും കരുണാമയനുമല്ലോ. അത്തഹിയ്യാത്തും സ്വലാത്തും പ്രാർത്ഥനകളും കഴിഞ്ഞാൽ സലാം വീട്ടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നു പറഞ്ഞുകൊണ്ട് ആദ്യം വലതുഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇടതുഭാഗത്തേക്കും പൂർണ്ണമായും മുഖം തിരിക്കണം. ഇങ്ങനെ സലാം വീട്ടിക്കൊണ്ടാണ് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത്. തിലാവത്തിന്റെ സുജൂദ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. നമസ്കാരത്തിലായാലും അല്ലെങ്കിലും അവിടങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കണം. തിലാവത്തിന്റെ സുജൂദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. തന്റെ ശക്തിയും കഴിവും മുഖേന എന്റെ മുഖത്തെ സൃഷ്ടിക്കുകയും അതിൽ കണ്ണും കാതും ഉണ്ടാക്കുകയും ചെയ്തവന്റെ മുൻപിൽ എന്റെ മുഖം സുജൂദ് ചെയ്യുന്നു.